ഞാൻ ഈ ഫാക്ട് എന്ന് പറയുമ്പോൾ താങ്കൾ ആകെ അസ്വസ്ഥനായി. എന്താ ഫാക്ടിൽ അസ്വസ്ഥത? ഇതുമായി ബന്ധപ്പെട്ട ചർച്ച അല്ലല്ല, ഒരു സെക്കൻഡ് ശ്രീ വസീം, ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നം സംസാരിക്കുമ്പോൾ ഈ ഫാക്ടുകളെ പറയാൻ പറ്റും. അല്ലല്ല, ഒരു മിനിറ്റ്, ഞാൻ ഈ ഫാക്ട് അസ്വസ്ഥനായത് പഴയ ആളുകളില്ലേ, അവരൊക്കെ കൂട്ടിക്കൊണ്ടുവന്നു. അസ്വസ്ഥനായത് എന്തിനാ പിന്നെ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. എന്തായിരുന്നു എന്തൊക്കെയായിരുന്നു അവന്റെ അഹങ്കാരം. അതന്നെ അവന്റെ എ കെ ബാലൻ പറഞ്ഞതോട് ഡിവൈഎഫ്ഐയുടെ നിലപാട് എന്താണ്? അടുത്ത ഭരണം കിട്ടിയാൽ അത് ജമാഅത്തെയാണ് ആഭ്യന്തരം ഭരിക്കാൻ പോകുന്നത്. ഒരു മാറാടല്ല, രണ്ട് മാറാടല്ല. ഇതിനോട് ഡിവൈഎഫ്ഐയുടെ നിലപാട് പറയൂ. ആര് വർഗീയത പറഞ്ഞാലും ആ വർഗീയതക്ക് എതിരാണ് ഞങ്ങൾ എന്നും VS-നെയും ഗോവിന്ദമാഷുടെയും ഒക്കെ സ്റ്റേറ്റ്മെന്റുകളെ അദ്ദേഹം കോട്ട് ചെയ്തുകൊണ്ട് ബാലേട്ടൻ സംസാരിക്കുന്നുണ്ട്. ഓഹോ, KM ഷാജി IS-നോട് ഉപമിച്ച ജമാഅത്തെ ഇസ്ലാമിയുമായി പരസ്യ സഖ്യമായി ഇവർ കൂടിച്ചേർന്ന് വരുന്ന സമയത്തുണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും ചെയ്യേണ്ടതാണ്. ഇത് ഞാൻ തെളിയിക്കും. ഈ കള്ളരെങ്ങാനും അടുത്ത ഇവിടുത്തെ തമ്പുരാനായാൽ എന്റെ അമ്മേ, എന്റെ അമ്മേ, എനിക്കത് ആലോചിക്കാൻ വയ്യെന്ന്. അന്ന് കുഞ്ഞാലിക്കുട്ടിയെ പോലും അങ്ങോട്ടേക്ക് കയറ്റില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് അതിനെ ചെറുത്തവരാണ് അവിടെ ഉണ്ടായിരുന്ന ഈ കോഴിക്കോട്ടെ ഹിന്ദു ഐക്യവേദിക്കാര്. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അവിടെ പോയി സമാധാനം പുനഃസ്ഥാപിക്കാൻ വളണ്ടിയർമാരെ വിന്യസിച്ച് ബോധപൂർവമായി ഇടപെട്ട് ഇനി ഒരു മാറാടുണ്ടാകരുത് എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി ഇടപെട്ടവരാണ് ഞങ്ങളുടെ പ്രസ്ഥാനം, സഖാവ് ബാലേട്ടന്റെ പ്രസ്ഥാനം. പറഞ്ഞ വിശ്വസിക്കൂ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ മതി, നിന്റെ ചായ കുടി. അഹങ്കാരി എന്താ നീയൊക്കെ? അതിനുശേഷം വർഷം എത്ര കടന്നുപോയി, പതിറ്റാണ്ട് എത്ര കടന്നുപോയി. ഒരു മാറാടും ഈ കേരളത്തിലുണ്ടായി. ഒരിക്കലും പിന്നീട് ഉണ്ടാകാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം, ഒരു ഇലക്ഷൻ കാലത്ത് പോലും ചർച്ചയാവാത്തൊരു മാറാട് എന്തിനാണ് ഈ 2026 ജനുവരിയിൽ ചർച്ചയാവുന്നത്? ഈ പാലത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും എനിക്കും എന്റെ പാർട്ടിക്കും വേണം. എന്നാലേ അടുത്ത ഇലക്ഷൻ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റൂ. അങ്ങനെ നിങ്ങളും ഞങ്ങളും ഒന്നും ഓർക്കാൻ ആഗ്രഹിക്കാത്ത, ഇഷ്ടപ്പെടാത്ത മാറാട് കലാപത്തിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച്, അതിൽ രാഷ്ട്രീയ പാർട്ടി നേതൃത്വം എടുത്ത, ഭരണാധികാരികൾ എടുത്ത സമീപനത്തെക്കുറിച്ചെല്ലാം ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് പൊതുപ്രവർത്തകരുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ആത്മാർത്ഥതയിൽ സംശയമുള്ളവർ കാണും, പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവർ മനസ്സിലാക്കും വിശ്വനാഥന്റെ വാക്കിന്റെ വില. ഇത് എന്തിനാണെന്ന് ഞാൻ ചോദിക്കുന്നത്. നമുക്ക് 2005 പറയാം, 2004 2005 2006 പറയാം മാറാടിനെ ആവർത്തിക്കരുത്. എന്തിനാണ് 2026 പറയുന്നത്? എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. എന്താ നിങ്ങൾ പറയുന്ന കൊല്ലം മാത്രമേ പറയാവുന്നുള്ളൂ? നിങ്ങൾ തന്നെ അവകാശപ്പെടുന്ന എന്താണ്? കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ വർഗീയ കലാപങ്ങൾ ഇല്ലെന്നാണ്. നിങ്ങൾ വർഗീയതക്കെതിരെ സംസാരിക്കുമ്പോൾ മാറാട് പറയും, ഇവിടെ ഒളവണ്ണയിൽ RSS ഈ ക്രിസ്ത്യൻ മിഷണറിമാരെ ആക്രമിക്കാൻ വന്നതിനെ കുറിച്ച് പറയും, അതിനെതിരെ ഞങ്ങൾ നടത്തിയ സമരത്തെക്കുറിച്ച് പറയും. മാറാട് കലാപാനന്തരം അവിടെ ഞങ്ങൾ നടത്തിയ ഇടപെടൽ പറയും. അവിടെ സമാധാനം കൊണ്ടുവരാൻ മനുഷ്യരെ ചേർത്ത് നിർത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചതിനെ കുറിച്ച് പറയും. എനിക്ക് വേറെ ഒരു ജോലിയില്ലേ? നമ്മുടെ ഒരു പ്രധാന ജോലി ഇതാണ്. അത് പറയാനുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. പറയേണ്ടത് എന്തുകൊണ്ടാ? KM ഷാജി ഉൾപ്പെടെ MK മുനീർ ഉൾപ്പെടെ തീവ്രവാദികൾ എന്ന് പറഞ്ഞ IS-നോട്, ഇസ്ലാമിക് സ്റ്റേറ്റിനോട് ഉപമിച്ച ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു വല്ലാത്ത സാഹചര്യത്തിൽ ഈ കേരളത്തിലെ കോൺഗ്രസ്, മതനിരപേക്ഷ പാരമ്പര്യം ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന, നെഹ്റുവിന്റെ ഒക്കെ പാരമ്പര്യം ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് അധികാരത്തിന് വേണ്ടി പരസ്യമായി കൂട്ടുചേരുകയാണ്. പരസ്യമായി സത്യം പറയും. എനിക്ക് വിശ്വാസമില്ല. 1000 രൂപ കൊടുത്തവൻ അത് മാറ്റി പറയും. ഒരിക്കലും 1000 രൂപയ്ക്ക് വേണ്ടി മാറ്റി പറയില്ല മുതലാളി. ഞാൻ 1500 കിട്ടണം. ഓക്കെ, അതായത് 2011 വരെ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന, നിങ്ങൾക്ക് പിന്തുണ കിട്ടിയിട്ടുള്ള ആ പിന്തുണയെക്കുറിച്ചോ അല്ലെങ്കിൽ ആ സാഹചര്യത്തെക്കുറിച്ചോ പരസ്യമായി തന്നെ പറഞ്ഞിട്ടുള്ള, പരസ്യമായി എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ള, ദേശാഭിമാനിയൊക്കെ എഴുതിയിട്ടുള്ള, ദേശാഭിമാനി എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ള ആ ജമാഅത്തെ ഇപ്പൊ നിങ്ങൾക്കൊപ്പമല്ല എന്നുള്ള രാഷ്ട്രീയ പരിസരം കൂടി സമ്മതിക്കണം. 2011 124 സീറ്റിൽ അവർ നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് ചരിത്രം. വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാവരും അറിയട്ടെ. അയ്യപ്പദാസ് ആ എഡിറ്റോറിയൽ ഒന്ന് പൂർണ്ണമായി വായിക്കണം. ഞങ്ങളെ പിന്തുണച്ചോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല പറഞ്ഞത്. അവര് ഈ കേരളത്തിൽ പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? പിണറായി വിജയൻ സംഘിയാണ് അല്ലേ, CJP ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു മതനിരപേക്ഷ പാരമ്പര്യമുള്ള ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തെ ആകെ സംഘപരിവാരാണ്, RSS ആണ് എന്ന് വരുത്തി തീർക്കാൻ എല്ലാ കാലത്തും അവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല,
എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. അവിടുത്തെ പ്രശ്നം എന്താണ്? ഒരു ഭയസൃഷ്ടിയാണ്. ഈ ഭയസൃഷ്ടി എന്തുകൊണ്ടാകും? നിങ്ങളുടെ ആശങ്ക, നിങ്ങളുടെ ഇൻഹറന്റായി ഇപ്പോൾ ഒരു ആശങ്ക കൊണ്ടാകണമല്ലോ അങ്ങനെ ഒരു സൃഷ്ടി സംഭവിക്കുന്നുണ്ട്. ആരും കൂടെയില്ല എന്നാൽ പിന്നെ ഒരു ഭയസൃഷ്ടി നടത്തി ഒരു ഭൂരിപക്ഷ സമുദായ വോട്ട് ഏകീകരിക്കാം. ഇതല്ലാതെ മറ്റെന്താണ് ഈ വെള്ളാപ്പള്ളിയെ AK ബാലൻ തലയിൽ ചുമക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്? മനോരമ ചാനൽ, അയ്യപ്പദാസ്, ജോർജ് പൊടിപ്പാറ, സന്ദീപ് വാര്യർ, ഇവിടെ എനിക്കെന്തൊരു അസ്വസ്ഥത. ഇത് കേൾക്കുന്നവർക്ക് അറിഞ്ഞൂടെ ഈ ചാനലിൽ നിന്ന് എന്താ വരിക? നീ എന്തിനാ കരയണ? കരയണല്ല, കണ്ണിന്ന് വെള്ളം തന്നെയാണ്. അതിൽ ചോദിച്ചു എന്തിനാ കരയണേന്ന്. ഇത് എളുപ്പമാണ് സാർ, ഇതൊരു ഈസി എക്സിറ്റ് റൂട്ടാണ്. താങ്കൾ എടുത്തോളൂ, കുഴപ്പമില്ല. ചാനൽ അല്ല ഞാൻ പറഞ്ഞോട്ടെ, ആയിക്കോട്ടെ. തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഞങ്ങൾ വികസനത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചവരാണ്. വികസനത്തെക്കുറിച്ചും കേരളത്തിന്റെ മതനിരപേക്ഷതയെക്കുറിച്ചുമാണ് ഞങ്ങൾ സംസാരിക്കുക. ശശിയെ എന്നാണ് ഈ പറയുന്നത്? എന്നാ അറിയണം. ആ സംസാരിക്കുന്ന സമയത്ത് കേരളത്തിലെ തെരുവുകളിൽ നിന്ന് നിങ്ങൾ കേട്ടതെന്താ? BJPയുടേതാണോ അല്ല കോൺഗ്രസിന്റേതാണോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള പ്രചരണമായിരുന്നു കേരളത്തിന്റെ തെരുവിലുടനീളം നമ്മൾ കേട്ടത്. അവർക്ക് ശബരിമലയെ കുറിച്ച് മാത്രമാണ് പറയാനുണ്ടായിരുന്നത്. എവിടെ എന്ത് പ്രശ്നം നടന്നു കഴിഞ്ഞാലും ആദ്യം ആൾക്കാർ മെക്കിട്ട് കയറുന്ന എന്റെ ആയിരിക്കും. അല്ല, ചില സ്ഥലത്തൊക്കെ സംശയം ശരിയായിരിക്കും. നിനക്കിത് വേണം. അവിടെ നടന്നതും നടക്കാത്തതുമായ സംഭവങ്ങളെ പർവ്വതീകരിച്ച് ഞങ്ങളെ കുറ്റപ്പെടുത്തുന്ന തരത്തിലേക്ക് എന്തോ വിശ്വാസികൾക്കെതിരാണ് CPIM എന്ന് വരുത്തി തീർക്കുന്ന പ്രചരണത്തിനാണ് ഇവർ നേതൃത്വം കൊടുത്തത്. ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി, മറുഭാഗത്ത് SDPI, ഇവരെ എല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാം, എങ്ങനെ കേരളത്തിന്റെ മതനിരപേക്ഷതയെ തകർക്കാം, ഈ കേരളത്തിന്റെ വികസനത്തെ തകർക്കാം എന്ന് ആലോചിച്ചു വരുന്നവരെ ഞങ്ങൾ എല്ലാ തരത്തിലും പ്രതിരോധിക്കും. എന്റെ ശരീരം ഇളക്കണ്ടെന്ന് പറഞ്ഞേക്കൂ. ഞങ്ങൾ കാശ്മീർ വിഭജനത്തെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനുള്ള ഗ്യാപ്പ് കൊടുക്കണേ. ചരിത്രം മുഴുവൻ സംസാരിക്കേണ്ടി വരും, അതിനുള്ള സമയമല്ല. ശ്രീ വസീഫ്, ഇനി ഞാൻ ഇടപെടട്ടെ, എന്നെ കേൾക്കൂ. നിങ്ങൾ 3 പേരെയോ 4 പേരെയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം കൊടുത്ത് ചർച്ച ചെയ്താലും ഇയാൾക്ക് എന്താണ് വയ്യേ? ശ്രീ വസീഫ്, ദയവായി ഇനി എന്നെ കേൾക്കൂ. ഇത് ശരിയല്ല, ഇനി ഇത് ശരിയല്ല. ഈ ചർച്ചയിൽ ഏറ്റവും അധികം സംസാരിച്ച വ്യക്തി ശ്രീ വസീഫാണ്. അതും ഫാക്ട് ആണ് കേട്ടോ, നമ്മൾ ഫാക്ട് ആണല്ലോ സംസാരിക്കുന്നത്. ഒരു സെക്കൻഡ് ശ്രീ വസീഫ്, എന്നെ കേൾക്കുന്നുണ്ടോ? ഞങ്ങൾ സംഘപരിവാറിനെതിരെ സംസാരിക്കും. താങ്കൾക്ക് കേൾക്കാത്താണെങ്കിൽ ഞാൻ കണക്ട് ചെയ്ത് ഡിസ്കണക്ട് ചെയ്തിട്ട് ഒന്നുകൂടെ കണക്ട് ചെയ്യാൻ പറയാം. അത് കേൾക്കുന്നില്ല എന്നടിക്കാൻ എനിക്കറിയില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. മതമാണ് പ്രശ്നം. ആ മതത്തിന് വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളുടെ വിധേയത്വം ഈ പറയുന്ന വലതുപക്ഷത്തോടാണോ? ആ വിധേയത്തിനനുസരിച്ചാണ്. ശ്രീ വസീഫ്, എന്നെ കേൾക്കാമോ? എന്നെ കേൾക്കാമോ? ദയവായി പറയൂ. ഞാൻ ആവർത്തിച്ചൊരു കഴിഞ്ഞ 3-4 മിനിറ്റായി ചോദിക്കുകയാണ്. എത്ര നേരമാണ് ചോദിക്കുന്നു? എന്തെങ്കിലും ഒന്ന് പറയണ. എന്താ പറഞ്ഞത്? ഞാൻ ചോദിക്കുന്നത് പറഞ്ഞു. ഞാൻ സംസാരിക്കുന്ന സമയത്ത് പറയുമ്പോൾ എനിക്ക് അല്ല, അതുകൊണ്ട് കാര്യമില്ല. എങ്കിൽ പിന്നെ താങ്കളൊന്ന് നിർത്തണം. താങ്കളിപ്പോ എത്ര സമയമാണ് സംസാരിച്ചത് താങ്കളൊന്ന് കണക്കൂട്ടിയാൽ മതി. ഒറ്റ കാര്യമുള്ളൂ, ഈ ഫാക്ട് പറയുമ്പോഴേ ഞാൻ ഈ ഫാക്ട് എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് എന്തോ ബുദ്ധിമുട്ട് തോന്നി. ഈ വിഷയത്തിൽ സമയമൊക്കെ തന്നു ശ്രീ വസീഫ്, അത് താങ്കൾ കണക്കൂട്ടി നോക്കിയാൽ എനിക്കൊരു പോയിന്റ് പറയാം. സംസാരിച്ചോണ്ടേ ഇരിക്കല്ലേ? എവിടെ സാർ, എവിടെ? താങ്കൾ ഇത് എന്താണ്? താങ്കൾക്ക് അറിയാം ഈ ചർച്ച ബുദ്ധിമുട്ടാണെന്ന്. അപ്പൊ താങ്കൾ എടുക്കുന്ന എസ്കേപ്പ് റൂട്ടാണ്. ഇത് കണ്ട ആൾക്ക് മനസ്സിലാവും. ഞാൻ ഈ ഫാക്ട് എന്ന് പറയുമ്പോൾ താങ്കൾ ആകെ അസ്വസ്ഥനായി. എന്താ ഫാക്ടിൽ അസ്വസ്ഥത? ഇതുമായി ബന്ധപ്പെട്ട ചർച്ച അല്ലല്ലോ. ഒരു സെക്കൻഡ് ശ്രീ വസീഫ്, ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നം സംസാരിക്കുമ്പോൾ ഈ ഫാക്ടുകളെ പറയാൻ പറ്റും. അല്ലല്ല, ഒരു മിനിറ്റ്. ഞാൻ ഈ ഫാക്ട് അസ്വസ്ഥനായത് പഴയ ആളുകളില്ലേ, അവരൊക്കെ കൂട്ടിക്കൊണ്ടുവന്നു. ഞാൻ ഈ ഫാക്ട് അസ്വസ്ഥനായത് എന്തിനാ? പിന്നെ നീയൊക്കെ എത്ര പാര വെച്ചാലും ഗോപാലകൃഷ്ണൻ ഏൽക്കില്ല. ഫാക്ട് എന്ന് പറയുമ്പോഴേക്കും താങ്കൾ അതിൽ കയറി പിടിക്കുക. എന്നിട്ട് പറയണം എന്നോട് മറ്റേ എന്താണ് ഈ ഗെയിൽ കൊണ്ടുവന്നത്. അതായത് ഈ ചർച്ചകളിൽ ഞാൻ പറയണം ഗെയിൽ കൊണ്ടുവന്നത് LDF ആണെന്ന്. ഇതെന്ത് ഫാക്ട്? എനിക്ക് മനസ്സിലായി. താങ്കൾ ഈ BJP ആണോ കോൺഗ്രസ് ആണോ എന്ന് സംശയം തോന്നുന്ന പോലെയുള്ള സമീപനത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഇതേ സർക്കാർ ഈ മാസങ്ങൾക്ക് മുമ്പ് PM ശ്രീയിൽ ഒപ്പിട്ടപ്പോ നാട്ടുകാർക്ക് സംശയം തോന്നിക്കാണില്ലേ ഇത് BJP സർക്കാരാണോ CPM സർക്കാരാണോ എന്ന്? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പറഞ്ഞോട്ടെ അയ്യപ്പദാസെ, PM ശ്രീ പദ്ധതി കേരളം മാത്രമാണ് ഒപ്പിട്ടത്? കേരളം മാത്രമാണ് ഒപ്പിട്ടത്? നിങ്ങൾ എതിർത്തവരാണെന്നേ, അതാ പ്രശ്നം.